എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ കാണേണ്ടി വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല. വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നത്. മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ ഞാനൊരു ഓൺലൈൻ ചീറ്റിങ്ങിന് വിധേയനായി. അതിൻ്റെ ചില വിശദാംശങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ചില പിശകുകളും റിപ്പോർട്ടിങ്ങിൽ വന്നിട്ടുണ്ട്. തട്ടിപ്പ് നടന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അത് സെറ്റിൽമെൻറ്റ് പണം അടച്ചു എന്നുള്ളത് ശരിയായ വാർത്തയല്ല. സെറ്റിൽമെൻറ്റ് പണം അവരെന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല, കൊടുത്തിട്ടുമില്ല. മറിച്ച് ഞാനൊരു കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നു. വളരെ ചുരുക്കമായിട്ട് പറയാം. 2-ാം തീയതി ഉച്ച കഴിഞ്ഞ് മുംബൈ സൈബർ എന്ന കോളർ ID-യിലാണ് ഒരു ഫോൺ വരുന്നത്. ആ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറയുന്നത്, നിങ്ങൾക്ക് മുംബൈയിലെ ഒരു അക്കൗണ്ട് ഉണ്ട്, അത് നരേഷ് ഗോയൽ മണി ലോണ്ടറിങ് ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ മണി ലോണ്ടറിങ് നടക്കുന്നുണ്ട്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് അവിടെ ഒരു FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് എടുത്തിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് ബോംബെ വരണമെന്നാണ് എന്നോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഞാനത് ഫ്ലാറ്റ്ലി റിജക്റ്റ് ചെയ്തു. എനിക്ക് കേരളത്തിൽ മാത്രമേ അക്കൗണ്ട് ഉള്ളൂ, കേരളത്തിന് വെളിയിൽ അക്കൗണ്ട് ഇല്ല. ഇങ്ങനെ ഒരാളുമായിട്ട് എനിക്ക് ബന്ധമില്ല, ഞാൻ അദ്ദേഹത്തെ അറിയത്തുപോലുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കേസ് നിലവിലുണ്ട്, അതുകൊണ്ട് അത് അഡ്രസ്സ് ചെയ്തേ പറ്റൂ. ഞാൻ വീണ്ടും അത് നിഷേധിച്ചെങ്കിലും പിന്നെ അവർ പറയുന്നത്, ഒരുപക്ഷെ നിങ്ങളുടെ പേര് ID ആരെങ്കിലും ദുരുപയോഗം ചെയ്തതായിരിക്കാം. എല്ലാം ഇംഗ്ലീഷിലാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ID ആണ് ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ പേരിലാണ് അക്കൗണ്ട്. അതുകൊണ്ട് ഈ കേസ് നിലവിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പേര് അതിൽ നിന്ന് ഒഴിവാക്കി കിട്ടുവാനായിട്ട് അന്വേഷണവുമായിട്ട് സഹകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏത് അന്വേഷണമായിട്ട് സഹകരിക്കുന്നതിന് എനിക്ക് വിരോധമില്ല, ഞാൻ ആ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല, അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ടും ഇത് ഇങ്ങനെ ഒരു മണി ലോണ്ടറിങ് ഇഷ്യൂ ആയതുകൊണ്ട് CBI ആണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നും പറഞ്ഞ് CBI ഓഫീസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. CBI ഓഫീസർ എന്ന പേരിൽ ആരുടെയും പടം വരുന്നില്ല, പിന്നൊരു വീഡിയോ കോളിലേക്ക് പോവുകയാണ്. അപ്പോൾ CBIയുടെ ഒരു എംബ്ലം മാത്രം നമുക്ക് കാണാം, പിന്നെ വോയിസും കേൾക്കാം. അപ്പോഴത്തേക്ക് വൈകുന്നേരമായി. നമുക്കൊക്കെ ഈ സിനിമയിലൊക്കെ കേട്ടുള്ള രീതിയിലുള്ള CBI ശൈലിയിലുള്ള ഒരു 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 രംഗം ഒക്കെ അവിടെ ഉണ്ടാക്കി നമ്മളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളും ആക്രോശങ്ങളും ഒക്കെ. അറസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഇഫ് ഹി ബിഹേവ്സ് ഇൻ എ സസ്പീഷ്യസ് മാനർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബീപ്പൊക്കെ ഇട്ട് വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മളെ ഒന്ന് ഇൻറ്റിമിഡേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ വീണ്ടും അലിഗേഷൻ ആവർത്തിച്ചു. പിന്നെ നരേഷ് ഗോയൽ മണി ലോണ്ടറിങ് ഇഷ്യൂവിലാണ് നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ അന്വേഷണവുമായിട്ട് സഹകരിക്കണം. അതിൻ്റെ അന്വേഷണം നടക്കുകയാണ്, ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ എന്നെ ഡിജിറ്റൽ കസ്റ്റഡിയിലാക്കിയിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ക്യാമറ ഓൺ ചെയ്ത് ഞാൻ വെക്കണം, അവരുടെ ഡിജിറ്റൽ കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യൽ തുടരും. ഒരു 2 മണിക്കൂറോളം CBI ശൈലിയിലുള്ള ചോദ്യം ചെയ്യലാണ്. എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ ഒക്കെ ചോദിച്ചിറങ്ങി. 10:30 ആയപ്പോഴത്തേക്ക് ഉറങ്ങാൻ അനുവദിച്ചു. അപ്പോൾ ബാത്റൂമിൽ പോകണമെങ്കിലും ക്യാമറ അവരെ ഫേസ് ചെയ്ത് കാണിച്ചൊക്കെയാണ് പോകേണ്ടത്. അപ്പോൾ ഈ കേസിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ പെടുത്തിയതായിരിക്കാം, അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സഹായങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. പിറ്റേ ദിവസം രാവിലെ എന്നെ കോടതിയിൽ ഹാജരാക്കുകയാണെന്നും പറഞ്ഞ്, ഒരു ഓൺലൈൻ കോടതിയാണെന്നും പറഞ്ഞ് എന്നെ ഹാജരാക്കുന്നു. അപ്പം എന്നോട് പറഞ്ഞ് ജഡ്ജിയുടെ ശബ്ദം കേൾക്കുമ്പം എഴുന്നേറ്റ് നിൽക്കണം. അങ്ങനെ ജഡ്ജ് വന്നപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റ് നിന്നു. ജഡ്ജ് എന്നോട് ഇന്ന കേസിൽ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാനത് ഡിനൈ ചെയ്യുന്നു, ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് അല്ല, എനിക്കറിയത്ത് പോലും ഇല്ല എന്ന് പറയുന്നു. എങ്കിലും അന്വേഷണം നടക്കട്ടെ, ഇത് സീരിയസ് ഫ്രോഡായതുകൊണ്ട് അന്വേഷണം തീരുന്നത് വരെ നിങ്ങളുടെ അക്കൗണ്ട്സ് മുഴുവൻ ഫ്രീസ് ചെയ്യും. അത് എത്ര അക്കൗണ്ട് ഉണ്ടെങ്കിലും അത് ഡിക്ലെയർ ചെയ്തിട്ട് അതിലെ എമൗണ്ട് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സീക്രട്ട് സർവീസ്
അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന്. അങ്ങനെ കോടതി പിരിഞ്ഞു, അഡ്ജേൺ ചെയ്തു. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നോട് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിക്കുന്നു. ഞാൻ എൻ്റെ കേരളത്തിലുള്ള എനിക്ക് ആകെയുള്ള 3 അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അതിലുള്ള എമൗണ്ട് എല്ലാം കൂടെ 13 ലക്ഷം രൂപയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നു. അപ്പോൾ അവരൊരു ബാങ്ക് ഡീറ്റെയിൽസ് അയച്ച് തന്നു. അത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സീക്രട്ട് സർവീസ് അക്കൗണ്ടാണ്, അതിലേക്ക് അയക്കണം, 12 മണിക്ക് മുമ്പ് അയക്കണമെന്ന് പറഞ്ഞു. ആ ഫണ്ട്സ് ട്രാൻസ്ഫർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എന്നെ വീണ്ടും വിളിച്ചിട്ട്, ഇപ്പോഴെല്ലാം ഞാൻ സർവൈലൻസിലാണ്, എന്നെ മൂവ് ചെയ്യാൻ അനുവദിക്കുന്നില്ല, എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ആകെയുള്ള ഫോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്നോട് ആവശ്യപ്പെടുന്നു, 1,70,70,000 രൂപ നിങ്ങൾ അടുത്ത കാലത്ത് വിഡ്രോ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ, അതുകൊണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു വിഡ്രോവൽ നടന്നിട്ടില്ല, ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്, അതുകൂടെ അടച്ചാൽ വെരിഫിക്കേഷൻ നടത്തി 2 ദിവസത്തിനകം കേസ് ക്ലോസ് ചെയ്യാം. നിങ്ങൾ ജെനുവനാണെങ്കിൽ 2 ദിവസത്തിനകം നിങ്ങൾ ക്ലിയറായിട്ട് നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അക്കൗണ്ടിലെ പൈസ മുഴുവൻ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ കേസ് അങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഒരച്ഛനെ വിളിച്ച് 1,70,70,000 രൂപ അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്ക് അയച്ചു കൊടുത്തു. നാളെ നിങ്ങളെ റിലീസ് ചെയ്യും, നാളെ കോടതി ജഡ്ജ്മെൻറ്റ് വരുമെന്നൊക്കെ. ഇതിനിടയിൽ ആദ്യം കൂടിയ കോടതി വിധിയുടെ പകർപ്പൊക്കെ നമുക്ക് തരുന്നുണ്ട്, ജഡ്ജിയുടെ സീലൊക്കെ. ഇതെല്ലാം ജെനുവിനാണ് നമുക്ക് തോന്നും. അതുപോലെ നമ്മൾ ആദ്യം കൊടുത്ത പൈസയുടെ രസീത് അരമണിക്കൂറിനകം നമുക്ക് സുപ്രീം കോടതിയുടെ എംപ്ലോവും ഒക്കെ വെച്ച് രസീത് നമുക്ക് തരികയാണ്. അപ്പോൾ നമുക്ക് സംശയിക്കാൻ അങ്ങനെ ഒരു വകുപ്പ് തോന്നിയില്ല. നമുക്ക് റീഫണ്ടബിളാണ്, നമ്മൾ ജെനുവിനാണെന്ന് നമുക്കറിയാം, അതുകൊണ്ട് നമ്മൾ ക്ലിയർ ആയാൽ പൈസ തിരിച്ചു കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സുപ്രീം കോടതിയുടെ എംപ്ലോക്ക് വെച്ച് രസീതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിശ്വാസം തോന്നും. അങ്ങനെ നമ്മളങ്ങ് സഹകരിച്ചു. ഈ പൈസ അടച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് പുള്ളി സർവൈലൻസ് ഓഫാക്കുന്നു. അന്നേരമാണ് എന്നെ റിലീസ് ചെയ്യുന്നത്. പിന്നെ ഫോണിൽ വാട്സപ്പിൽ വിളിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറഞ്ഞു, നാളെ നിങ്ങളുടെ റിലീസ് ഓർഡർ വരികയാണ്, ഞാനാണ് നിങ്ങളെ എത്രയും സഹായിച്ചത്, അതുകൊണ്ട് എനിക്കൊരു ഗിഫ്റ്റ് തരില്ലേ, വാട്സപ്പിൽ ഒരു ചാറ്റിൽ. അപ്പോഴാണ് എനിക്ക് ജെനുവിനായിട്ടൊരു സംശയം തോന്നി. ഒരിക്കലും ഒരു CBI ഓഫീസർ ഗിഫ്റ്റ് ചോദിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ ഞാൻ നിങ്ങളുടെ സീക്രട്ട് സർവീസ് അക്കൗണ്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞല്ലോ, എനിക്ക് എൻ്റെ പൈസ ഇല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു 2 ലക്ഷം രൂപ മതി എന്ന് പറഞ്ഞാണ് വരുന്നത്. ഞാൻ പറഞ്ഞു, അബ്സല്യൂട്ട്ലി നോ വേ, ഐ കാൺ. റിപ്ലൈ കൊടുത്തു. ഉടനെ പുള്ളി അത് കട്ട് ചെയ്തിട്ട് ഞാൻ തമാശ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് വളരെ കൃത്യമായിട്ട് സംശയം തോന്നിയത് ഫൗൾ പ്ലേ ആണ് എന്ന് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് ആദ്യമായിട്ട് ഫോൺ വിളിച്ച് എൻ്റെ ഒരു സുഹൃത്ത് വക്കീലിനെ വിളിച്ചു. അദ്ദേഹം പെട്ടെന്ന് ഇവിടെ എത്തി. ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം അല്പം കൺഫ്യൂസ്ഡായി. ഡോക്യുമെൻറ്റ്സൊക്കെ കാണുമ്പോൾ വളരെ ഒറിജിനാലിറ്റി തോന്നുകയാണ്. അപ്പം നമ്മളെ ഈ കള്ളക്കേസിൽ അവിടെ ബോംബെയിൽ ആരോപെടുത്തിയിട്ടുണ്ട്, അതിൽ നിങ്ങളെ ക്ലിയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ശിക്ഷ ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് CBI നമ്മളോട് പറയും. അങ്ങനെ എനിക്ക് സംശയം തോന്നി, അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന് സംശയം തോന്നി. ഏതായാലും നമുക്ക് നാളെ വെയിറ്റ് ചെയ്യാം, റിലീസ് ഓർഡർ വരുമല്ലോ, ഞാൻ വൈകിട്ട് ഒന്ന് സെർച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പുള്ളി എനിക്ക് പോയി. പുള്ളി വൈകിട്ട് സെർച്ച് ചെയ്തപ്പോൾ സിമിലർ ഇൻസിഡൻറ്റ് ബോംബെയിൽ നടന്നു. ഞാൻ ആർക്കോ അത് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. നരേഷ് ഗോയൽ മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞ് ഒരു 37 വയസ്സുകാരി CA-കാരെത്തി ഒരാളിനെ ഇതുപോലെ 37 ലക്ഷം രൂപ സെയിം പ്രോസസ്സിൽ അവരെ തട്ടിപ്പിനിരയാക്കിയത് എനിക്ക് അദ്ദേഹം അയച്ചു തന്നു. ഞാനത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചപ്പോഴാണ് ഞാൻ തട്ടിപ്പിനിരയായി എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം വന്നത്. ഉടനെ ഞാൻ ദിവസം രാവിലെ തന്നെ സൈബർ സെല്ലിലും പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചു. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റെ അന്വേഷണം നടക്കുകയാണ്. ഞാനിപ്പോൾ പോയത് അതിൻ്റെ ചില അപ്ഡേറ്റ് കൊടുക്കാനായിട്ടാണ്. പത്രവാർത്ത വന്നതിലൊരു പിശക് വന്നത് സെറ്റിൽമെൻറ്റിന് അവർ പൈസ ചോദിച്ചു, ഞാൻ കൊടുത്തു എന്നാണ്. അങ്ങനെ അവർ ചോദിച്ചിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. എൻ്റെ അക്കൗണ്ടെല്ലാം ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞു. അത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ. കോടതി വിധിയെല്ലാം ഫേക്കായിരുന്നു എന്ന് നമുക്കിപ്പോഴാണ് അറിയുന്നത്.
ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എനിക്കുണ്ടായിരുന്ന 3 അക്കൗണ്ട് ഞാൻ ഡിക്ലെയർ ചെയ്തു. 3-ൽ കൂടെ ഉണ്ടായിരുന്ന 13 ലക്ഷം രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 170 ഞാൻ വിത്ഡ്രോ ചെയ്തു എന്നുള്ള ഒരു അലിഗേഷൻ വന്നത് ശരിയല്ലെങ്കിൽ പോലും അവരങ്ങനെ അത് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ഇന്ന് മേടിച്ചത് അയച്ചു കൊടുത്തു. ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ടൊരു സെറ്റിൽമെൻറ്റ് ഇതിനകത്ത് നടന്നിട്ടില്ല. അവർ എനിക്ക് സംശയം തോന്നിയപ്പോൾ അവർക്ക് പിന്നെ എന്നെ ബന്ധപ്പെട്ടിട്ടുമില്ല. അവരും കട്ട് ചെയ്ത് മാറി. ഞാൻ പരാതിയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചത്. ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഇതെല്ലാവരെയും ചാനലിൽ കൂടെ കാണിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്, ഞാൻ പരാതി കൊടുത്തത് എനിക്കൊന്നും ഹൈഡ് ചെയ്യാനില്ല എന്ന് കാണിക്കാനാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാണക്കേടോ ഒക്കെ പ്രതീക്ഷിച്ച് നമുക്ക് മിണ്ടാതിരിക്കാം. പലരും അങ്ങനെ ചെയ്യാറുണ്ട്, മാനഹാനിയൊക്കെ ഭയന്നിട്ട്. പക്ഷേ എന്നെ പോലുള്ള ഒരാൾക്ക്, ഇത്രയും ഒക്കെ വിദ്യാഭ്യാസവും ലോകപരിചയമുള്ള ഒരാൾക്ക് പോലും ഇതുപോലൊരു വലിയ തട്ടിപ്പിന് ഇരയാകേണ്ടി വന്നത് മറ്റുള്ളവരറിയട്ടെ. ഞാൻ തന്നെ എത്രമാത്രം ഇല്ലിറ്ററേറ്റ് ആണ് ഈ വിഷയത്തിൽ ഞാൻ പഠിച്ചു. ഇപ്പോൾ ഈ ഡിജിറ്റൽ കസ്റ്റഡി എന്ന് പറയുന്നത് ഇല്ലീഗലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത്രയൊരു സാമാന്യവരും എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ആ പോയിന്റിൽ എനിക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ അതുപോലെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത് ഞാൻ പറഞ്ഞത്, ഡിജിറ്റൽ തട്ടിപ്പിന് ഇരയാകുന്നവർ പലപ്പോഴും അജ്ഞത കൊണ്ടും ഒക്കെയാണ് ഇങ്ങനെ, ഞാൻ ഉൾപ്പെടെ അതാ സംഭവിച്ചത്. അതുകൊണ്ടൊരു ഈ പോലീസും ഒക്കെ സൈബർ ഫോഴ്സും ഒക്കെ അവരുടെ വെബ്സൈറ്റിൽ പലതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അത് എത്ര പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞു. അതുകൊണ്ട് അവരോടുള്ള എനിക്ക് അഭ്യർത്ഥന, നമ്മുടെ എല്ലാ വ്യക്തികൾക്കും ഇങ്ങനെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. ഇത് കഴിഞ്ഞിട്ട് തന്നെ കഴിഞ്ഞ ദിവസം വിളിച്ച് എത്രയോ പേര് അവർക്ക് പറ്റിയ അബദ്ധങ്ങളും തട്ടിപ്പുകളും ചെറുതും വലുതുമായത് എന്നോട് പറയുകയായിരുന്നു. അപ്പം ഇത് ഓരോ നിമിഷവും തട്ടിപ്പുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രണ്ടാമത് പബ്ലിക് അവയർനെസ് ഉണ്ടാവണം. രണ്ടാമത് എനിക്കൊന്നും ഹൈഡ് ചെയ്യാനില്ല. എനിക്ക് തട്ടിപ്പ്, ഞാൻ ഇരയാണ്. അതുകൊണ്ട് അന്വേഷണം നടന്ന് പൈസ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അധ്വാനിച്ച പൈസ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്കൊന്നും മറച്ചു വെക്കാനില്ലാത്തതുകൊണ്ട് അന്വേഷണത്തിന് വിടുകയാണ്. അന്വേഷണത്തിൽ കൂടി സത്യം ബോധ്യപ്പെടണം. ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിപ്പോൾ 2-ാം തീയതി മുതൽ 5-ാം തീയതി വരെയായിരുന്നു ഈ മൊത്തം പ്രൊസസ്സർ നടന്ന പ്രൊസീജിയർ. അതിനുശേഷമാണ് സാധിക്കുന്നത്. അതെ, ഒരു 2.5 ദിവസത്തോളം എന്നെ ഒരു ഡിജിറ്റൽ ഡിറ്റൻഷനിലാണ്. മിനിമം ഫ്രീഡം ടു മൂവ്. ഭക്ഷണം കഴിക്കാനും അങ്ങനെയൊക്കെയുള്ള അടുത്ത മുറിയിലേക്ക് ഒന്ന് ഇറങ്ങി അന്നേരവും ക്യാമറ തിരിച്ച് കാണിക്കണം എന്നൊക്കെയാണ് നിർദ്ദേശത്തിലായിരുന്നു. ചർച്ചകൾ പലത് പോകുമ്പോഴേ ആളുകൾ ചോദിക്കും, അങ്ങനെ എന്തിനാ അങ്ങനെ ഒരു മണി ലോണ്ടറിംഗ് എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെട്ടതെന്നൊക്കെ ചർച്ചകൾ. എനിക്ക് ഭയമുണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ ടെക്നിക്ക് എന്ന് പറയുന്നത് അവർ തന്നെ ഇങ്ങോട്ട് പറയാണ്, നിങ്ങളെ ആരോ പെടുത്തിയിരിക്കുകയാണ്, നിങ്ങളൊരു റിലീജിയസ് പ്രീസ്റ്റാണ്, നിങ്ങളിത് ചെയ്യില്ല എന്നറിയാം, അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ID ഉപയോഗിച്ച് ആരോ അവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് മണി ലോണ്ടറിങ് നടത്തുന്നുണ്ട്. ഒരു FIR നമ്പറൊക്കെ എനിക്ക് പറയാം. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് അന്വേഷിച്ചേ പറ്റൂ, നിങ്ങളെ സേവ് ചെയ്യാനോടാണ്, അതുകൊണ്ട് സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോഴും ജനുവനാണെന്ന് എനിക്ക് തോന്നി. ഇങ്ങനെ കള്ളക്കേസുകൾ ഉണ്ടാകാമല്ലോ, ആരെങ്കിലും അങ്ങനെ ചെയ്തതാണെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കേണ്ടതിൻ്റെ കൂടെ ആവശ്യമാണ് എന്നുള്ള ബോധ്യത്തിലാണ്. 13 ലക്ഷം രൂപ ഈ സ്വന്തം അക്കൗണ്ടിൽ എന്നുവെച്ചാൽ നാളുകളായി ഉണ്ടായ സമ്പാദ്യമാണോ, ട്രസ്റ്റിൻ്റെ വല്ല അങ്ങനെ വല്ല പണമല്ലോ ആണ്? എൻ്റെ വ്യക്തി, ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം എനിക്ക് ലഭിച്ച റിട്ടയർമെൻ്റ് ആനുകൂല്യങ്ങളും ലഭിച്ച സമ്മാനങ്ങളും എല്ലാം കൂടെ ചേർന്നു. രണ്ട് കാര്യങ്ങൾ. സജീവമായ ഫേസ്ബുക്കിലുള്ള ആളാണ്. അങ്ങയുടെ പേഴ്സണൽ നമ്പർ ഈ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇത് വാട്സപ്പ് വീഡിയോ കോൾ ആയിരുന്നു കണ്ടിന്യൂസ് ആയി വന്നുകൊണ്ട്? വാട്സപ്പിലായിരുന്നു മിക്കവാറും എല്ലാ കോളും എക്സെപ്റ്റ് വൺ. അത് ഈ CBIയുടെ ഒരു ഇൻറ്ററഗേഷൻ നടന്നത് സ്കൈപ്പിൽ വരണമെന്ന് പറഞ്ഞു, സ്കൈപ്പ് വീഡിയോ കോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്കൈപ്പ് അക്കൗണ്ട് ഇല്ല, അപ്പോൾ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളെല്ലാം എന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തി സ്കൈപ്പ് അക്കൗണ്ട് എനിക്ക് വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്ത് അതിലാണ് സ്കൈപ്പിലും വാട്സപ്പിലൂടെയാണ് ഇതെല്ലാം നടന്നത്. പിന്നെ എന്തെങ്കിലും ഈ വീഡിയോസ് എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാനോ വല്ല പറ്റിയിരുന്നു? ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. വാട്സപ്പ് ചാറ്റുകളെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ അവരെനിക്ക് തന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ എല്ലാം പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഈ കൊടുത്ത പൈസയുടെ രസീത്, സുപ്രീം കോടതിയുടെ രസീത്, അതുപോലെ ഈ കോടതി വിധി, ഇതെല്ലാം നമ്മൾ കണ്ടാൽ ഒറിജിനലാണെന്ന് തോന്നുന്നു. അതുപോലെയുള്ള ഇതൊക്കെ എങ്ങനെയാണ്
CBIയുടെയും സൈബർ ഫോഴ്സിൻ്റെയൊക്കെ എംബ്ലമൊക്കെ ഫോർജ് ചെയ്യാൻ പറ്റും. ഞാനങ്ങനെ ചിന്തിച്ചില്ല, നമുക്ക് സാധിക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. അപ്പോൾ കോളർ ID-യിലൊക്കെ അതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. ചുരുങ്ങിയ സമയത്തിനുള്ളിലായിരുന്നെങ്കിൽ ഈ പണം തിരികെ കൊണ്ടുവരാനൊക്കെ മാർഗ്ഗങ്ങൾ ഇപ്പോൾ ഉണ്ട്. കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ പോലീസ് എന്തെങ്കിലും പറയുന്നുണ്ടോ, എന്തെങ്കിലും ഫ്രീസ് ചെയ്യാൻ പറ്റിയെന്നല്ലോ? അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് ഒരിക്കൽ കൂടെ പറയാനുള്ളത്, നമ്മളെല്ലാവരും ജാഗ്രത പുലർത്തണം. ഇതൊരു വലിയ മാഫിയയാണ്, എല്ലായിടത്തിലും നടക്കുന്നുണ്ട്. നമ്മൾ ഒരു റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയാത്തൊരു കോളാണെങ്കിൽ നമ്മൾ എടുക്കരുത്. ഇങ്ങനെയുള്ള ഭീഷണി വരുന്ന കോളുകൾ നമ്മൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പോലീസുമായിട്ട് ബന്ധപ്പെടുക. എനിക്ക് തന്നെ ഇതൊരു വലിയ പാഠമായി. എനിക്കറിയാൻ പാടില്ലാതിരുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടും സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടുമൊക്കെ പോലീസിൽ നിന്ന് ഈ വഴി പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പുലർത്തുക. സൈബർ ഡിപ്പാർട്ട്മെൻറ്റിനോടുള്ള എൻ്റെ അഭ്യർത്ഥന, അവരുടെ വെബ്സൈറ്റിൽ മാത്രം ഇത് പറയാതെ സാധിക്കുന്നിടത്തോളം എല്ലാ വ്യക്തികൾക്കും ഇത് ലഭ്യമാകുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും വീഡിയോകളും ഒക്കെ അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ ഒത്തിരി പേര് പറ്റിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നും പേഴ്സണൽ നമ്പർ അടക്കം എടുത്തിട്ടുണ്ടാവുന്നതാണ് കാര്യം. ഉണ്ടാവണം. അതൊക്കെ ഒരു പാഠമായിരുന്നു. കാരണം അപ്പോൾ നമ്മൾ എന്തൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യണം, ഷെയർ ചെയ്യാൻ പാടില്ല. ഞാൻ ട്രാവൽ ചെയ്യുന്നതൊക്കെ ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ അപകടമാണ്, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അങ്ങനെയുള്ളവരെ ആയിരിക്കും അവർ ടാർഗറ്റ് ചെയ്യുന്നത്.